ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്ത് പറയാനായിട്ട്, ട്രൈമിൻ്റെ നമ്മൾ ടയറൊക്കെ മാറി കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോഴേക്കും ഞാൻ ഒരു പുതിയ ക്യാമറ മേടിച്ചു. അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ട്രൈമ്പിൽ ഒരു MRF-ൻ്റെ ഒരു അടിപൊളി ടയർ മേടിച്ചിട്ടായിരുന്നല്ലോ. സോ അതിൻ്റെ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഇതാണ് നമ്മുടെ ട്രൈമ്പ്. MRF-ൻ്റെ ടയർ എങ്ങനെയുണ്ട് ഗൈസ്? 1600 കിലോമീറ്റർ അടുപ്പിച്ച് ഞാൻ ഓടിച്ചു വണ്ടി. എന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം മാറി കുറച്ച് നാളായി. കാരണം നമ്മളിപ്പം വണ്ടി അകത്തോട്ടൊക്കെ എടുത്ത് പോയി കാണിച്ചു തരാം. ഈ ടയറിൻ്റെ മോഡലെന്ന് പറഞ്ഞാൽ നൈലോറെക്സ് എന്നാണ് പറയുന്നത്. നൈലോറെക്സ് ആണ്. 140, 80, 18, 17 ഫ്രണ്ടിൽ 100, 90, 19 കറക്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെയർ 650 സ്റ്റോക്ക് വരുന്ന ടയറാണ്. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി നമ്മൾ ടയർ ചേഞ്ചും അതെല്ലാം നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിൻ്റെ ബാക്ക് ടയർ കുറച്ച് ലൈഫുണ്ട് ഗൈസ്. ബാക്ക് ടയറിന് നമ്മുടെ വേറെ ഇൻഡിക്കേറ്റർ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഫ്രണ്ട് ടയർ ഏകദേശം 15,000 കിലോമീറ്റർ ഓടി. ഒന്നുമില്ല, തേഞ്ഞത് ഫ്ലാറ്റായി. എനിക്ക് എങ്ങനെ കാണിച്ചു തരാണ്? ഇങ്ങനെ കാണിച്ചു തരാം. നടുക്ക് മാത്രം കുറച്ചുള്ളൂ, ബാക്കി സൈഡെല്ലാം തേഞ്ഞ് തീർന്നു. അപ്പോൾ ഇത് ടയർ ഓവറോൾ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും നമുക്ക് ഇന്ന് ഡിഫറെൻറ്റ് ടയർ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം മേടിച്ച ടയർ എന്ന് പറഞ്ഞാൽ അടിപൊളി ടയറാണ്. ആ സാധനം വീട്ടിൽ ഇരിക്കുകയാണ്. 10 മിനിറ്റ് വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ടയർ. നമ്മുടെ ബെയർ 650 വരുന്ന ടയറാണ്. പൊളിയല്ലേ? സ്ക്രാംബ്ലർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വണ്ടിയിലെടുത്തിടാം. അങ്ങനെ വണ്ടിയുടെ ബാക്ക് ടയറൊക്കെ സെറ്റാക്കി ഇത് ബാലൻസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 15 ഗ്രാം നല്ല സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇനി ബാലൻസ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ലുക്കെന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായ സംഭവം. നമ്മുടെ ഫ്രണ്ട് ടയർ മാറുന്നതൊക്കെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ ടൈമിൽ. കാരണം നമ്മുടെ ഫോണിൻ്റെ ചാർജ് കുറഞ്ഞ് അവസാനം ഞാൻ അവിടെ ചാർജിന് കുത്തിയിട്ടിട്ട് പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ബാക്ക് ടയറൊക്കെ മാറുന്ന സെറ്റായിട്ട് വീഡിയോ കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. ക്യാമറ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഫോണിലാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഓവറോൾ മാറുമ്പോൾ നമ്മൾ ഇത് ഇട്ടേക്കുന്ന ടയറിൻ്റെ മോഡലെന്ന് പറയുമ്പോൾ ഫിർലി സ്കോർപ്പിയൻ റാലി STRൻ്റെ ഒരു കോപ്പി ആയിട്ട് ബെയർ 650 റോയൽ എൻഫീൽഡിന് വേണ്ടി MRF ഉണ്ടാക്കിയ ടയറാണ്. അപ്പോൾ ഇത് അങ്ങനെ റെഡ്ലി സ്റ്റോക്ക് അവൈലബിൾ അല്ല. ഒരിടത്തും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. എൻ്റെ അറിവിൽ കിട്ടാൻ തന്നെ നല്ല പാടാണ്. ഞാൻ തന്നെ കുറേ മാസങ്ങളുടെ പിറകെ നടന്നിട്ടാണ് സാധനം ഒപ്പിച്ചത്. പിന്നെ എന്താ പറയാൻ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടയറിൻ്റെ ഇത് എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് 9,700 രൂപയ്ക്കൊക്കെ എനിക്ക് എടുത്തു തരാൻ പറ്റും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം. ഷിപ്പിംഗ് എക്സ്ട്രാ വരും ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ. സോ ഇതിപ്പം അങ്ങനെ കിട്ടാനില്ല. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മതി. നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇതൊരു ബിസിനസ് ഒന്നുമല്ല. ഇപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഒരു കോൺടാക്റ്റ് ഒപ്പിച്ചത്. പുള്ളി ഒരു ഫ്രണ്ടാണ്. പുള്ളി പറഞ്ഞാൽ ചിലപ്പോൾ റെഡിയാക്കി തരും. ചിലപ്പോഴേ പറയാൻ പറ്റും, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ശ്രമിച്ചു തരാം, റെഡിയാക്കി തരാം. അപ്പോൾ അതാണ് കാര്യങ്ങൾ. പിന്നെ ഈ ടയറിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു വീഡിയോ ഞാൻ റൈഡ് വീഡിയോ ആയിട്ടങ്ങ് ചെയ്യാം. അപ്പോൾ ഇതുവരെ 1500 കിലോമീറ്റർ വരെ സോഫാർ എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളിയാണ് ടയർ. ലുക്ക് മാത്രമല്ല, വർക്കിംഗ് കൊള്ളാം. നമ്മുടെ റീസിൻ്റെ ട്രയൽ ഉണ്ടല്ലോ, അതിനെക്കാട്ടിയും കൊള്ളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ടാണ്. ടിൽ ദെൻ ബൈ ബൈ.